ഹലോ, സുജയോ? ഉണ്ടല്ലോ. ആരാ? സുജേ, സുജേ, എന്താ ശ്രീയേട്ടാ? ഫോൺ. ആരാ ശ്രീയേട്ടാ? ആരാ? നിന്റെ ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ഞാനാടി ടോമി ഈപ്പൻ ദേവസി. അയ്യോ, ആരാ ഇത്? ടോമി ചായനോ? ഇത് എവിടുന്നാ? ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് തന്നെ ആന്നേ. ഒന്ന് പതുക്കെ പോടാ തെമ്മാടി. ഓ, ഏത് പെണ്ണിനോടാ ഈ ലാത്തി? ലീനെ. ആ എടി എന്നാടി, നീ നമ്മളെയൊക്കെ അങ്ങ് മറന്നായിരുന്നു? നിന്റെ ഈ നമ്പർ ഒന്ന് തപ്പിപ്പിടിക്കാൻ പെട്ട പാട്. ഉവ്വ് നിനക്ക് വല്യമ്മച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുന്നേ? ടോമി ചായോ എന്നോടാണോ? അല്ലായേ, ഈ ഫോണിൽ പറഞ്ഞതാന്നേ. എന്റെ ഈശോയെ, ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് വേറെ പണിയില്ലായോ? അയ്യോ, ഇതെന്നാ പറ്റി? ആ നല്ല മുടി എന്നാത്തിനാ മുറിച്ച് കളഞ്ഞേ? മുടിയോ? ഈ ടോമി ചായന് ഇതെന്നാ പറ്റി? അത് ഇവിടെ പറഞ്ഞാടി. നമ്മുടെ പണിക്കരടത്തെ എൽസി ഇല്ലായോ, അവരോട്. അപ്പൊ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? എങ്ങനെ മാറാനാടി? ഞാൻ ഒന്നുമില്ലേലും ആ പഴയ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനല്ലായോ? വെറുതെ കുടുംബക്കാരെ പറയിപ്പിക്കാത്തടാ തെമ്മാടി. ഇപ്പോഴും എന്നെ മഞ്ഞും കുളിരും നനുത്ത ഓർമ്മകളും കോണിയാക്കും. അതൊക്കെ തന്നെയല്ലേ? ആ ചിരിക്കുന്നോ? മോളെന്നാ പറയുന്നു? ഓ, അവളും മിടിക്കായിട്ടിരിക്കുന്നു. ശരി, ഇടയ്ക്ക് വിളിക്കണേ. ഓ, കഴിക്കേ. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എത്ര നാള് കൂടിയിട്ടാ ടോമി ചായൻ വിളിക്കുന്നതെന്ന് അറിയോ? ഏയ്, അവൻ നിന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തന്നെയല്ലേ പിന്നെ പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, എന്റെ ശ്രീയേട്ടാ, വളരെ മോശമാണ് കേട്ടോ ഇത്. കാലം എത്രയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? മോളുണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടോ? ആകെ ഞാൻ ജീവിച്ചിരിക്കണ്ടോ എന്നറിയാൻ വിളിക്കുന്ന ആളാ ടോമി ചായൻ. ടോമി ചായനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറയണോ? വേണ്ടടി, പറയണ്ട, വിളിച്ചോട്ടെ. അവളുടെ ഒരു ടോമിച്ചായൻ. ഇങ്ങനാണെങ്കിൽ ഇനി ടോമി ചായൻ വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഫോൺ തരണ്ട, പോരെ? ഏത് നേരത്താണാവോ ടോമി ചായൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ തോന്നിയത്? എന്നാ പിന്നെ അവനെ തന്നെ കെട്ടായിരുന്നില്ലേ? മതിയായിരുന്നു. എന്ത്? ഓ, മനസമാധാനം പോയെന്ന് പറഞ്ഞതാ. മോളെ, അച്ഛനോട് പോയി കുളിക്കാൻ പറ. ആ ചൂടൊന്ന് ആറട്ടെ. അച്ഛ ഒന്ന് പോയി കുളിക്കച്ചാ, തണുക്കട്ടെ. നിന്റെ അമ്മയുടെ അച്ഛ ഇറക്കിട്ടോ. നിന്റെ തള്ളയോട് പറയടി. അമ്മ, ഞാൻ പോണു കേട്ടോ. വാ പിള്ളേരെ വേഗം. ആരാ? ശ്രീകുമാറില്ലേ? ഉവ്വ്. ഞങ്ങള് വടക്കുംഭാഗത്തുനിന്നാ. കുട്ടികളെ ശ്രീകുമാറിന്റെ അടുത്ത് ട്യൂഷനാക്കാൻ വന്നതാ. ട്യൂഷനോ? അതെ, ട്യൂഷൻ. കുട്ടികള് പാചകത്തിന് വളരെ മോശ. കെട്ടിച്ചുവിടാനുള്ളതല്ലേ, അതാ. അന്യ വീട്ടിൽ ചെന്നൊന്നും വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാ അത് മോശാവൂലേ? അതുകൊണ്ടാ. കുടുംബശ്രീയിൽ വന്നപ്പോ ശ്രീകുമാറാ പറഞ്ഞത് 3 മാസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാന്ന്. അല്ല, അത് പിന്നെ വേറൊന്നുമില്ല, അവർക്കൊരു ഉപകാരവും എനിക്കൊരു ചെറിയ വരുമാനമാവില്ലോ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാട്ടോ. ഇവിടെ ചേച്ചിയുടെ ഭരണമെന്നാ തോന്നുന്നത്. എന്താ ഉദ്ദേശം? ഒന്നുമില്ല. വെറും 1 മാസം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാ ദാ ബാഗും തൂക്കി അവിടെ നിൽക്കുന്നത്. അയ്യേ, വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. നീ എന്തൊക്കെ പറയും? എടിതേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. മോള് വാ. ശ്രീയേട്ടൻ ട്യൂഷന് ഫീസൊന്നും വാങ്ങിക്കില്ല. പിന്നെ ഇവരുടെ കൂടെ ക്ലാസ്സില് നിങ്ങളും കൂടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മോളെ വിട്ടിട്ട് വരാം. സുജയ്, നിനക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ലല്ലോ അല്ലേ?
അതിന് ഞാൻ ശ്രീകുമാർ അല്ലല്ലോ. പാചകകലയിലെ ആദ്യ അക്ഷരമാണ് ചായ. ചായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന് വേണ്ടുന്ന കൂട്ട്: വെള്ളം, തേയില, പഞ്ചസാര, പാല്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മാഷേ. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കിയ ചായ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. ഓരോന്ന് എടുത്തോളൂ. കുട്ടി ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തോളൂ. വേഗം 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 വേഗം. എപ്പോഴും നമ്മൾ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? നോക്കി നിൽക്കാതെ തുടക്കി കുട്ടി. ഇതാ ഇവിടേക്ക്. ഇവിടെ തുടയ്ക്കൂ. വേഗം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ നമ്മൾ പഠിക്കാൻ പോണത് ചമ്മന്തി എങ്ങനെ അരയ്ക്കാന്നുള്ളതിനെ കുറിച്ചാ. ആർക്കൊക്കെ നന്നായിട്ട് അരയ്ക്കാൻ അറിയാം? നല്ല ബെസ്റ്റ് അരയായിരിക്കണം. അരയോ? ആരുടെ അരയുടെ കാര്യം നിങ്ങൾ പറയണേ? അയ്യേ, നീ ഉദ്ദേശിച്ച അരയല്ല. അര ചമ്മന്തി അര. ട്യൂഷൻ ക്ലാസ് കിടന്നോണ്ടിരിക്കടേ. എന്റെ ശ്രീയേട്ടാ, നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? നാട് മുഴുവനും സ്ത്രീപീഡന. ഈ അരയും തൊടയും പഠിപ്പിക്കാൻ നിന്ന് അവസാനം പെട്ടു പോയേക്കരുത്. ആ, പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് റോയിച്ചായന്റെ വീട്ടില് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഇന്നാണല്ലോ റോയിച്ചായന്റെ 25th വെഡിങ് ആനിവേഴ്സറി. ഞാനതങ്ങ് മറന്നുപോയി. നീ ബാങ്കിൽ നേരത്തെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്? ചമ്മന്തിയര. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പോയിക്കോ. എല്ലാവർക്കും കൊടുക്കണം. റോയിച്ചായ കൈകൊണ്ട് തന്നെ 25ാം വിവാഹ വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റോയിച്ചനും റോസമ്മയ്ക്കും ഇതുപോലെയുള്ള ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ഐശ്വര്യവും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ അവിയല് പോലൊരു ജീവിതം എന്ന കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. മോളെ, അച്ഛൻ നമ്മുടെ മാനം കളയും. എങ്ങനെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കടാ. വേണ്ടവനെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിരുത്തി വിശദമായിട്ട് വായിച്ചോളാം. അല്ല, ഞാനാവുമ്പോ കുറച്ച് ഈണത്തില്. നീ പോയി 2 എണ്ണം പിടിപ്പിക്കടാ. വായിച്ചിട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് വായിക്കാന്ന്. അല്ലാതെ അല്ല, നിങ്ങളൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനൊന്ന് അടുക്കളയിലേക്ക് ഇരട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസ്സമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ, ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 എണ്ണം പിടിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്? ഒന്നുകൂടി പറഞ്ഞുതരാം. തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, സവാള, മല്ലിയില, മുരിങ്ങയ്ക്ക. ഇങ്ങോട്ട് വാടാ, ധൈര്യം വേണം. ഇനി ഇവിടുന്ന് കേട്ടോ, അങ്ങോട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. കണ്ടളിയാ, മുട്ടി നോക്കാം. മുട്ടാതെ കിട്ടിക്കോളും. ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല. ഹിന്ദി പിന്നെ വായിനോട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആക്കിയോ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് രമേശ? 2 ദിവസമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കണം. ഞങ്ങക്കേ ഈ പാചകം പഠിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആക്കണോ? അയ്യോ സത്യം, ഒരു കൈത്തൊള്ളറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ. മാത്രല്ല ഇപ്പൊ ആണുങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഫാഷനല്ലേ? പക്ഷേ ഇവിടെ സീറ്റ് കുറവാ. വലിയ വലിയ കോഴ്സുകൾക്ക് സീറ്റ് കുറവാണെന്ന് അറിയാം. ഞാൻ ഉദ്ദേശിച്ച അതല്ല, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേര ഇല്ലെന്ന്. സാരില്ല, ഞങ്ങള് തറയിലാണെങ്കിലും ഇരിക്കും. ആണോ? പക്ഷേ ഇവിടെ ഫീസ് അല്പം കൂടും. ഒരു കുഴപ്പമില്ല, എത്ര വെച്ച് തന്നേക്കാം. ശരി, എന്നാ കയറിയിരുന്നോ. ഇനി നമുക്ക് വേവ് നോക്കാം. ഓ, സീറ്റ് ഇപ്പൊ പ്രശ്നമല്ല. അയ്യോ, അത് എന്റെ സീറ്റാ. ഓ, ഇത് കുട്ടിയുടെ സീറ്റാണ്. സോറി കേട്ടോ. സിലബസ് ടഫാണോ? ഈസിയാ. എന്നാലും കമ്പൈൻ സ്റ്റഡി വേണ്ടി വരും അല്ലേ? രമേശോ, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ല? ഇവിടെ കിടന്ന് കന്നന്തിരിവ് കാണിച്ചോണ്ടല്ലോ, 2 എണ്ണത്തിന് നല്ല പെടന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനിനി നന്നായിട്ട് പഠിച്ചോളാം ടീച്ചർ. ഓർമ്മയുണ്ടല്ലോ. കുട്ടി, ഉപ്പ് നോക്കൂ.
ശ്രീയേട്ടാ ഈ സാരി ഒന്ന് തേച്ചു തരൂലോ? പിന്നെന്താ, നിന്റെ പല്ല് വരെ ഞാൻ ലടി തേച്ചു തരുന്നു. ഇങ്ങോട്ടോ. നാളെ ഓഫീസിൽ ഓഡിറ്റിംഗ് ഉള്ളതാ. ഏയ് നിക്ക് 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 നിക്ക്. നാളെ നീ ലീവല്ലേ? നാളെ മോളുടെ ഡാൻസ് ഉള്ളല്ലേ സ്കൂളില്, നമുക്ക് ഒന്നിച്ച് പോണ്ടേ? ഓ, അത് ശ്രീയേട്ടനങ്ങ് കൊണ്ടുപോയാ മതി. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കില്ല. ശ്രീകുട്ടി, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് നാളെ ഓഡിറ്റിംഗ് ഉണ്ട്, പോയേ പറ്റുമോളെ. സുജ, ഒരു ദിവസം ലീവ് എടുത്തു വെച്ച് നിന്റെ ബാങ്ക് പൊളിഞ്ഞൊന്നും പോയില്ലോ. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അയ്യോ നടക്കില്ല ശ്രീയേട്ടാ. ഞാനും ഡാൻസ് കളിക്കില്ല. നിന്റെ അമ്മയോട് പോയി പണി നോക്കാൻ പറയടി പോത്ത്. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. മോൾക്ക് അച്ഛൻ മേക്കപ്പ് ഇട്ട് തരും. മോള് വാ, ഡ്രസ് മാറ്റണ്ടേ? എവിടെ ചെയ്യും? അച്ഛാ, എനിക്ക് ഇന്നത്തെ ഡാൻസിന് പ്രൈസ് കിട്ടോ? എന്റെ മോള് നന്നായിട്ട് കളിച്ച മോൾക്ക് തന്നെ കിട്ടും. നീ അങ്ങോട്ട് എന്നേ. ഹലോ, എത്ര നേരം മേക്കപ്പ് ചെയ്യുന്നു? ഈ കുട്ടി ഡാൻസിനാണോ അതോ ഫാൻസി ഡ്രസ്സിനാണോ? അയ്യോ, ഡാൻസിന്. നാടോടി നൃത്തം, ചണ്ടാല കുലത്തിലെ പെണ്ണ്. താനൊന്ന് പുറത്തേക്ക് നിന്നേ. എന്തിന്? ഡ്രസ് മാറണം. മാറിക്കോ. തന്നോടല്ലേ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞേ? അതിന് ഡ്രസ് മാറുന്നത് അമ്മയാണോ മോളാണോ? താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, പുറത്തേക്ക് നിന്നാ മതി. എന്റെ പൊന്നോ, പോയേക്കാമേ. വാ മോളെ, നമുക്ക് ആ റോഡിലും കാണിച്ച് നിന്ന് മേക്കപ്പ് ചെയ്യാം. വാ. ഓ, എന്റെ ട്രീസേ എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന്? ഈ കുട്ടിക്കാ ഡാൻസിന് എപ്പോഴും ഫസ്റ്റ്. ആണോ? മോള് ഇവിടെ തന്നെ നിൽക്കണേ, അച്ഛനിപ്പോ വരാം. നമസ്കാരം. ആ കളിക്കുന്നത് എന്റെ മോളാ ദിവ്യ. നന്നായിട്ട് ഡാൻസ് ചെയ്യും. സാറൊന്ന് അറിഞ്ഞ് മാർക്കറ്റ് പ്രോത്സാഹിപ്പിച്ച പുറത്ത് വരുമ്പോ ഞാൻ കണ്ടോളാം. സോറി സോറി സോറി. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീകുട്ടി ശ്രീകുമാർ. പുണ്യം പൂക്കുന്ന ഗംഗാതടം, അവിടെ ശ്മശാനഘട്ടം, കാളിഘട്ടം. ആത്മാവുപേക്ഷിച്ച ജഡങ്ങൾ മറവ് ചെയ്യും ചണ്ടാല കുലത്തിലെ പെണ്ണ്. ഞാൻ ഗംഗാദാസന്റെ മോള്. ഫസ്റ്റ് പ്രൈസ് ഈ കുട്ടിക്ക് കൊടുക്കാം. ഇതിനു മുമ്പ് വന്ന കുട്ടിയുടെ തന്ത എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്തതാ. ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് നിന്റെ അമ്മയൊന്ന് ഞെട്ടും. ഈ കപ്പും പൊക്കി പിടിച്ചോണ്ട് ബാങ്കിലെ ആൾക്കാരോട് തള്ളാൻ പോകുന്നൊരു തള്ളൽ എന്റെ അമ്മോ. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലേ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന അച്ഛനാന്ന് പറഞ്ഞേക്കണേ. അച്ഛാ, ഇതെങ്ങനെ എനിക്ക് കിട്ടി? അതോ ഇനി അവർക്ക് ആള് മാറിപ്പോയതാണോ? എടി തലക്കെട്ടിയ ഒരു കിഴക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ മേടിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. അതൊന്ന് നല്ലോണം പൊക്കി പിടിക്ക്, 4 പേര് കാണട്ടടി. മോള് ഇവിടെ തന്നെ ഇരുന്നോ, അച്ഛൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. പിടിച്ചിരുന്നോണേ. ആരാത്? ശ്രീകുട്ടിയോ? എത്ര നാളായി കണ്ടിട്ട്. ഇത് മോക്ക് കിട്ടിയതാ? മിടുക്കി, കൺഗ്രാചുലേഷൻ. ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ സുജി ഒന്ന് കണ്ടിട്ട് വരാം. അതെ ശ്രീകുമാറേ, സുജ ഇവിടെ ഇല്ല. രാവിലെ ഒപ്പിട്ടിട്ട് മുങ്ങി. മുങ്ങേ? എങ്ങോട്ട്? ടോമി വന്നിരുന്നു. ടോമിയോ? ആ, കാഞ്ഞിരപ്പള്ളിക്കാരൻ ടോമി ഈപ്പൻ ദേവസി. പറഞ്ഞു വന്നപ്പോ ടോമിയെ ഞാൻ അറിയും. എന്റെ അനന്തരവൻ കെട്ടിയിരിക്കുന്ന അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്ല. ആ വഴിക്ക് എനിക്ക് ഇയാളെ അറിയാവുന്നത്. ഈ ടോമി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ അല്ലേ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഇന്ന് പോകുന്ന കാര്യം സുജയനോട് പറഞ്ഞിരുന്നതാ, ഞാൻ മറന്നതാ. ശരിയപ്പോ വരട്ടെ. ശ്രീയേട്ടാ, മോളെവിടെ?
കിടന്നിരുവാണല്ലോ. ഇറങ്ങുന്നില്ല, ലേറ്റായി. പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. നിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞോ? കുറെ കാലം കഴിഞ്ഞ് കാണുന്നല്ലേ അവനെ. സമയം തികഞ്ഞു കാണൂല്ലോ. എന്ത് സംസ്കാരം ഇല്ലാത്ത വർത്താന ശ്രീയേട്ട പറയണേ. നിനക്ക് കാണിക്കാം. ഞാൻ പറയുന്നതിലാണ് തെറ്റല്ലേ? കുഞ്ഞിന് വേണ്ടി അവൾക്കൊരു ദിവസം ലീവ് എടുക്കാൻ പോലും വയ്യ. അത് എന്റെ ശ്രീയേട്ട, ടോമിച്ചായൻ ഓഫീസിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര കാലായി കണ്ടിട്ട്. ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് ടോമിച്ചായൻ പറഞ്ഞപ്പോ അവളുടെ ഒരു ടോമിച്ചായൻ ഒരൊറ്റ ചവിട്ട് തരാൻ എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിന് ഓർത്തിട്ടാ. അവനുള്ള ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. എന്താടി ഒന്നും മിണ്ടാത്തത്? രണ്ടു കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കും. നേരം വെളുത്ത് അന്തിയാവോളം ഒരുത്തനെ ഇവിടെ അടുപ്പി കിടന്ന് ഊതുന്നില്ലേ? അതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിലയില്ല. അതെങ്ങനെ? ഞാനിവിടുത്തെ വെറും അടുക്കളക്കാരനല്ലേ? വന്ന് കേറുമ്പോ ഉരുട്ടി വിഴുങ്ങാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ? വാടി, നാളെ മുതൽ അങ്ങോട്ട് വാ, ഞാൻ ഊട്ടിത്തരാം. ചായ അമ്മ പോയിട്ട് വരാട്ടോ. ടിഫിനും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കണേ. അതെ, അല്ല, ഈ ചുവന്ന ഷൂ എവിടെ നിന്ന് വെച്ചത്? എന്റെ അടുത്ത് ശ്രദ്ധിക്കണ്ടേ? നിങ്ങളെങ്ങോട്ടാ? ട്യൂഷന്. സാറല്ലേ? ഞാനിവിടെ ഉണ്ട്, വന്നോളൂ. അതെ, കേറാൻ വരട്ടെ. സർ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ മാത്രമല്ല, പാചകവും. നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പോവല്ലേ? അച്ഛാ, എന്ത് പറ്റി അച്ഛാ? വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് സുജ നമുക്കൊപ്പം ഈ ബാങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വിടവാങ്ങലുമല്ല. ഒരു ഭർത്താവിന്റെ തീരുമാനം നടപ്പിലാക്കുക നല്ലൊരു ഭാര്യയുടെ കടമയാണ്. ജോലിയേക്കാൾ പ്രാധാന്യം കുടുംബത്തിന് തന്നെയാണ് വേണ്ടത്. സത്യത്തിൽ സുജയുടെ ഈ രാജി നമ്മയൊക്കെ ഞെട്ടിച്ചില്ലേ? ശാന്തമ്മ ഞെട്ടിയില്ലേ? ശാരി ഞെട്ടിയില്ലേ? നിങ്ങൾ ആര് ഞെട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഞെട്ടി. സുജ ഇവിടുന്ന് ജോലി രാജിവെച്ച് പോകുമ്പോ നമുക്ക് നഷ്ടമാകുന്നത് ഒരു സഹപ്രവർത്തകയെ മാത്രമല്ല, ദാ ശ്രീകുമാരന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂടിയാണ്, അല്ലേ? പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് സുജയുടെ വീട്ടിൽ പോവാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ ചടങ്ങായി കാണേണ്ട കാര്യമേ ഇല്ല. സുജയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. പകരം വീട്ടിലാണോ? എന്തിന്? ഒരു തിരിച്ചറിവ് വന്ന് കൂട്ടിയാ മതി. ഇതാ ശരി. ഒരുപാട് നന്ദിയുണ്ട്. വരട്ടെ. ഇന്നെന്തായാലും ബാങ്കിന് വണ്ടി പോയാൽ മതി. അതൊരു ചടങ്ങായിട്ടിരുന്നോട്ടെ. വേണ്ട വേണ്ട, ഞാൻ സൈക്കിളിലാണ് വന്നത്. അതെ, സൈക്കിളൊക്കെ ഞാൻ എത്തിച്ചെന്നോളാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വാന്നേ, വാ. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാവാമായിരുന്നു. എന്തിന്? ശ്രീയേട്ടന്റെ മനസ്സമാധാനം പോണ്ട. വീട്ടിലുള്ളപ്പോ ആരും അന്വേഷിച്ചു വരില്ലല്ലോ. അല്ല, ഇതിപ്പോ ഞാനാണോ തെറ്റുകാരൻ? എന്ന് ഞാനായിരുന്നു തെറ്റുകാരി.
ശ്രീയേട്ടനെ കൊണ്ട് ഞാൻ ഇക്കണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും അറിയില്ല. ശ്രീയേട്ടാ, ആ ശ്രീയേട്ടാ, പാൽക്കാരൻ വന്നിട്ടുണ്ട്, പൈസ കൊടുക്കാൻ. അതിന് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അയാൾ എന്നോട് ചോദിച്ചോണ്ട്. ഓ, നീ എനിക്കിട്ട് പണി തരുകയല്ലേ, കാശിന് ഞാനെവിടെ പോനാ? എന്നാ പത്രം നിർത്തിയ പോലെ പാലും അങ്ങ് നിർത്തിയേക്കട്ടെ. ഓ, എന്തെങ്കിലും ചെയ്യേ. അച്ഛൻ ഇതൊന്ന് ശരിയാക്കി തരുമോ? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും മോളെ, അച്ഛനിവിടെ 100 കൂട്ടം പണിയുള്ളതാ. അച്ഛനിപ്പോ വേറെന്ത് പണി? അടുക്കള ജോലിക്ക് ഇപ്പൊ അമ്മയല്ലേ ചെയ്യുന്നേ? മോളെ, നീയും അച്ഛനിട്ട് പണിയല്ലേ? സുജി ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല. വിശേഷം വല്ലതും ഉണ്ടോ? ആ, നന്നായി. എന്തായാലും 2 കുട്ടികൾ വേണം. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ആ വിശേഷമല്ല. സുജ ജോലി രാജിവെച്ചു, അതൊരു വിശേഷം തന്നെയല്ലേ. ബാ. സൂക്ഷിച്ച്. ആ മോളിക്ക് വന്നേ. ചേട്ടാ, വണ്ടിക്കാശ് തരാതെ മോളെ വണ്ടി കയറ്റണത് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഓ, ആയിക്കോട്ടെ, നീ പോയിക്കോ. ആ പോവാം. അല്ലെങ്കിൽ ഈ പൊള്ളാച്ചിയിൽ ആടുമാടുകളെ കയറ്റുന്ന പോലെ എന്റെ മോൾ അതിനകത്ത് കയറ്റണ്ട. വാ മക്കളെ, കയറിക്കോ. വാ. ഇറങ്ങിയ സ്കൂൾ വിടുമ്പോ അച്ഛനിവിടെ ഉണ്ടാവുകയെ. ടാറ്റാ. അത് മോളുടെ ഫ്രണ്ടാ? ശരി മോളെ. ഡോക്ടർ, എന്റെ മോൾക്ക് ലങ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സക്ക് ചെയ്ത് കളഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല, ബോധം തെളിയുന്നതുവരെ ICUവിൽ കിടക്കട്ടെ. എന്തായാലും ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഡോക്ടർ, എന്റെ മോളെ ഒന്ന് കണ്ടോളൂ.
സർ, വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. രമേശ, എടാ നോക്കടാ, നമ്മുടെ പാചകാധ്യാപകൻ പുതിയ വേഷത്തില്. പാചകം നിർത്തി പാറാവായ. ഡേയ്, നിനക്ക് കിട്ടിയതൊന്നും പോരെ? നിനക്കിട്ട് ഞാൻ തരാട്ടാ. ചെല്ലേ. അല്ല സാറേ, സാറിന് പുതിയ ജോലിയൊക്കെ കിട്ടിയ. എന്തായാലും സാറിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ലട വിനു? അതെ അതെ അതെ. രമേശ, ഈ വായനശാലയുടെ മുമ്പിൽ ഇങ്ങനെ വായും കയറി നിൽക്കാതെ നീ അങ്ങോട്ട് പോരെ. നിനക്ക് ഈ വേഷം ചേരുവൊന്നുമില്ല. എന്നാൽ ഇവിടെ നിൽക്കണ നിപ്പ് ആ ബാറിന്റെ മുമ്പിൽ വന്ന് നിന്നാ വൈകുന്നേരം ആകുമ്പോ 4 കാശും കിട്ടും, പറയാനൊരു പണിയാവും. നീ വന്നേ, ഇല്ലെങ്കിൽ ഈ കാലത്ത് പെണ്ണ് കിട്ടില്ല കേട്ടോ. ആ കളി കിടക്കട്ടെ. ശരി, മതിയായല്ലേ കളി? ആരടാ ഈ നേരത്തെ? അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്കും മനുഷ്യ. മോളെ, നിന്ന് എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു, മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ശരിക്കടി, അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള തലയ്ക്ക് പിടിച്ച വെച്ച് കീറിക്കൊള്ളും. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടി പോകരുത്. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണോ ആവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ, ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം. അതെ, ജാങ്ങട കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. 1 മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജിയെ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. എന്താണാവോ? സുജയും മോളും. സുജയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടറൊന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിൽക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. നിക്ക് എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം. മോള്? അവൾക്ക് സുഖം. അല്ല, പഠിത്തമൊക്കെ? ഇവിടെ സെയിന്റ് ആന്റണീസിലാണ്. എന്നെ പറ്റി ചോദിക്കാറില്ലേ? ഉവ്വ്, അച്ഛൻ ജോലിക്ക് പോയേക്കുവാ.
തിരിച്ചു വന്ന അമ്മയും മോളെയും അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അവളത് വിശ്വസിച്ചിരിക്കുക. ഇരുന്നാ ഒരു ചായ എടുക്കാം, കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം. മോൾ കൊടുത്തേക്ക്. സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്. അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ, അല്ലേ? റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസി. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീമാരെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ച് പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാന്. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്ക്. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാൻ മൂലേ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോജ, നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക, രാജ്യം സ്മരിക്കുക. याद है इनको? Yes sir. Once again Satish. Hello. Hi. He has been reappointed by the army headquarters. Welcome back sir. Thank you. Yes. നെറ്റ് ട്രാഫിക്കിംഗ് ഏറ്റവും കുറവുള്ള അതേ സ്ഥലം തന്നെ നമുക്ക് ഇത്തവണയും വേണം. ടു ബി പ്രിസൈസ്, നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങും. അതായത് മിലിറ്റൻസ് എന്നെ ക്യാപ്റ്റീവ് ആക്കിയ ദ സെയിം പ്ലേസ്. Am I right sir? Absolutely. Sir, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. I mean some sort of homeworks. Shall I? Go ahead. Jain sir. സർ, ഇത് ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ മിലിറ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിലൂടെയാണ്. ആർക്കും ഒരു സംശയം തോന്നാത്തൊരു കമ്മ്യൂണിക്കേഷൻ. ഞാനും ഈ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളുടെ ഒരു ഓപ്പറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകും സർ. ദാറ്റ് മീൻസ് അന്ന് എന്നെ മിലിറ്റൻസ് അറ്റാക്ക് ചെയ്ത ദ സെയിം സ്ഥലത്ത് വെച്ച് ഞാനും സതീഷും കൂടി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന്. എന്നിട്ട് ഇതേ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ അവർ ആ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യും. Right? That's right. There you are. Brilliant. Sir. Satish, you may go and make preparations. Sir.
ഇത് GPS RFID മൈക്രോചിപ്പ് ഇൻജക്ടർ. ഒരു ചിപ്പ് ഇപ്പൊ തന്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ദ ചിപ്പ് ഇസ് ആക്റ്റീവ്. I'll show you. Relax. See the chip. The device is perfectly active now. ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞങ്ങൾ സ്പോട്ട് ചെയ്യും തന്നെ. ഡോണ്ട് വറി. It's going to be a tough job. ഇത് ശ്രീകുമാറിന്റെ സെക്കൻഡ് സ്പെൽ. എന്ത് വില കൊടുത്തും നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അറിയാലോ, മിലിറ്റൻസിന്റെ നിരീക്ഷണത്തിലാണ് ശ്രീകുമാർ. സോ ബി വെരി അലേർട്ട്. മൂവ്സ് confidential. So, സതീഷ്, ശ്രീകുമാർ ഫുൾ ഫോമിലാണ് വന്നിരിക്കുന്നത്. ആവേശം കൂടും. ഡോണ്ട് വറി സർ, ഞാൻ അപ്പോ വിവരങ്ങൾ തന്നോണ്ടിരിക്കും. That's good. Take care. बांध लो दोनों को. चल उतर. भाई पकड़ लिया सालों को. साल से मैं तुम्हें ढूंढ रहा हूं और आज तुम पकड़े गए. अबे डालो सालों की आंखों में पट्टी और गाड़ी में डालो. चलो पट्टी बांधो जल्दी. Major Srikumar? Major Srikumar? Do you read me? Major Srikumar? Major Srikumar? Lieutenant Colonel Tommy? Do you read me? Major Srikumar? Do you read me? Lieutenant Colonel Tommy? Major Srikumar? अबे कर्नल, तेरे दोनों आदमी मेरे पास है, समझा? अब वो मेरे लिए काम करेंगे. अगर काम नहीं करेंगे तो मारे जाएंगे. चल फोन रख. Bloody shit! Ullar Lake, Umpra Village, Sopor Gully. Major Patak, I need 3 commandos, fully equipped, immediately.
बच के निकलने की कोई उम्मीद नहीं है। जिंदगी या मौत अब तेरे हाथ में है। मैं तुझे एक मौका और देता हूँ। डू इट फॉर मी। कम ऑन! अबे हाथ खोल इसके। जो सॉफ्टवेयर तूने इन्वेंट किया है वो हमें दे। तेरे को जितना पैसा चाहिए हम देंगे। अब मैं बोलूं, जय हिंद। अबे उठा साले को। तू ये सॉफ्टवेयर हमको देगा। अगर नहीं देगा तो इसका सर काट के पार्सल में आर्मी के पास भेज दूंगा। नो 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 ഐ വിൽ പ്ലീസ് സർ. നോ സർ, നോ സർ, നോ. ഇവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ സർ, എന്നാൽ ഇത് കൊടുക്കരുത്. അത് രാജ്യദ്രോഹമാണ് സർ. മോനെ, ഈ വേഷമിട്ടുകൊണ്ട് നടക്കുന്ന ഞങ്ങളെ കണ്ട ഉണ്ണാക്കന്മാരാന്ന് വിചാരിച്ചോടാ. നീയൊക്കെ ഇവന്റെ ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഇൻഫർമേഷൻസ് മുഴുവൻ നിന്റെ അണ്ണാക്കിലേക്ക് തള്ളി നിന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. Bye. Major Srikumar is back. He is preparing for that mission. Can I log this information? Sure, 100%. Oh great. Major Srikumar. I want him alive. Done. Junaid, you got my point? इस बार ये प्रोजेक्ट मैं उससे करवाऊंगा। तू सिर्फ वो करेगा जो मैं तुझे कहूंगा। സർ, ഇതവന്റെ സ്കൈപ്പ് അക്കൗണ്ടാ. മേജർ സതീഷ് സർ, ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. സാർ, ഈ നായിന്റെ മോൻ കാരണമാ അന്ന് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ സുജയം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോയത്. സർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാറിന് മിഷൻ പൂർത്തിയാക്കാൻ പറ്റും തോന്നുന്നില്ല. അത്രയ്ക്ക് ത്രെട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു വിവരം കിട്ടി. സാറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അനോണിമസ് മെസ്സേജ്. അതിൽ സാറിനെയും കുടുംബത്തിനെയും മിലിറ്റന്റ് ഗ്രൂപ്പ് ഫിനിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സതീഷ്? എന്തുകൊണ്ടും നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് സർ. പിന്നെ മാഡത്തിൻ്റെ അവസ്ഥയും. ഒരു കാര്യം കൂടി, നാട്ടിലാണെങ്കിലും സാറിൻ്റെ ഐഡന്റിറ്റി മറ്റാരും അറിയണ്ട. ഈ മിലിറ്റന്റ് ഗ്രൂപ്പിന് നാട്ടിൽ നല്ല ലിങ്കുണ്ട്. സാർ, എന്തായിരിക്കും സാർ ഇവന്റെ മോട്ടീവ്? സിമ്പിൾ. അവന് വേണ്ടത് പണം. സർവീസ് തീർന്ന് നാട്ടിൽ ചെന്നാൽ സുഖിച്ച് ജീവിക്കാനുള്ള വക. കൊല്ലട്ടെ സാർ ഈ പന്നനെ. അതേടാ, ഞാൻ തന്നെയാ. ടോമി ഇപ്പൊ എത്തും, പട്ടാളം വളയും എന്നൊക്കെയായിരിക്കും നിന്റെ വിചാരം. പക്ഷേ അതിനു മുമ്പ് നീ തീരും. ബൈ, ഫിനിഷ് ഹിം. काट डाल साले को।